ഹലോ, ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം ബീഫ് കറി വെക്കുന്നതെന്ന്. ഇത് അങ്ങനെ കാര്യമായൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ വലിയൊരു റെസിപ്പി എന്നൊന്നും പറയില്ല, നോർമൽ റെസിപ്പി. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുക്കിങ്ങിൽ വലിയൊരു പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. കണ്ടോ, ബീഫൊക്കെ ഞാൻ വേവിച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാനിതൊക്കെ മറന്നു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നോൺ വെജ് വെക്കാൻ വേണ്ടി മാത്രം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു പാനാണ്. അതിലേക്ക് എണ്ണ ഒഴിച്ചു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് റിപ്പീറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു പുതുമയുള്ളതുകൊണ്ട് അത് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ചൊന്ന് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതൊന്ന് മാറി വന്നപ്പോൾ കുറച്ച് കൊച്ചുള്ളി എന്താ നിങ്ങളുടെ അവിടെ പറയുക, ചെറിയ ഉള്ളി. അത് ഞാൻ ബീഫിൽ നല്ലോണം ഉള്ളി ഇടുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഉള്ളി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറായപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി കുറച്ച് അധികം ഉണ്ട്. പിന്നെ കുരുമുളക് പൊടി ഞാൻ ഓൾറെഡി ബീഫിൽ വേവിക്കുമ്പോൾ ആഡ് ചെയ്തുകൊണ്ട്, പിന്നെ പച്ചമുളകും ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് മുളക് പൊടിയുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ചേ ഉള്ളൂ. കാരണം ഓൾറെഡി ഇതെല്ലാം ബീഫിൽ ഉണ്ട്. എന്നിട്ട് മസാലയൊക്കെ ഒന്ന് സെറ്റായി, ഉള്ളിയിലൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ബീഫ് എടുത്ത് അതിലേക്ക് എടുത്തിട്ടു. അതിനുശേഷം ബീഫ് വേവിക്കുമ്പോൾ ഉള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം എടുത്തിട്ട് തന്നെ ഇതിലേക്ക് ഈ ഒരു മസാലയൊക്കെ ആയ സെറ്റായ ബീഫിലേക്ക് എടുത്തൊഴിച്ചു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറയില്ലേ എണ്ണ എങ്ങനെ തെളിഞ്ഞ് വരും, നമ്മൾ നന്നായി തിളച്ച് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ ആ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ആ സമയമാകുമ്പോഴാട്ടോ ഇറക്കുന്നത്. അപ്പോൾ ബീഫ് തിളയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ വേപ്പിൻ്റെ ഇലയും അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം വേപ്പിൻ്റെ ഇല, ഈ കൊച്ചുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ വേപ്പിൻ്റെ ഇലയും എനിക്കൊരു ക്രേസാണ്. എനിക്ക് എൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ നല്ല വേപ്പിൻ്റെ ഇല, കറിവേപ്പില നന്നായിട്ടിടും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണം വരുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല കേട്ടോ, ശരിക്കും നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ബീഫ് എല്ലാം സെറ്റായി ഞാനതൊരു കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീഫ് കറി. പിന്നെ വേഗം തന്നെ ഒരു പാൻ വെച്ചു. ബീഫ് പെട്ടെന്നായപ്പോൾ എനിക്ക് തോന്നി ഒരു പപ്പടം കൂടി കാച്ചാന്ന്. അങ്ങനെ ഒരു പാൻ വേഗം അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് പപ്പടമൊക്കെ കാച്ചി. ഇത് തിരുവാതിരയ്ക്ക് കൊടുന്ന് വെച്ച പപ്പടം. ഇവിടെ ആർക്കും അധികം പപ്പടമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള ബീഫ് കറി, പപ്പടം റെഡിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ കാണുന്നതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ചോറൊക്കെ നേരത്തെ വെച്ചതാണ്, നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബീഫ് കറി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പപ്പടം ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാമ്പാർ രാവിലത്തെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാൻ സാമ്പാർ കൂട്ടാറുണ്ട്. അപ്പോൾ സാമ്പാർ രാവിലത്തെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ പുളിയിഞ്ചിയും നാരങ്ങയുണ്ട്. ഈ പുളിയിഞ്ചിയും നാരങ്ങയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ്. എനിക്കതൊന്നും പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.